ഫ്രണ്ട്സ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പോകണം. അങ്ങനെ ആദ്യം ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയുടെ കൂടെ കുറച്ച് ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നിട്ട് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച ശേഷം 250 ഗ്രാം മൈദയാണ് ഉപയോഗിക്കുന്നത്. ഒരു കപ്പ് മൈദ എടുത്ത് 3 പ്രാവശ്യം അരിക്കണം, എന്നാലേ അതിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. 3 പ്രാവശ്യം അരിച്ച ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ബീറ്റർ വെച്ച് ഇളക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അവിടെ നമ്മൾ ചെയ്യുന്നത് ഇനോ പൗഡറാണ്. സോഡാപ്പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനോ പൗഡർ എടുത്തിട്ട് ഇച്ചിരി പാൽ കൂടെ മിക്സ് ചെയ്തിട്ട് അത് ആക്റ്റീവ് ആവും. അതിന് ശേഷം നമ്മൾ ഏതിലാണ് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഒരു പഴയ പാനാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് റിങ് വെച്ചിട്ട് നമ്മളത് പ്രീ ഹീറ്റ് ചെയ്താൽ വെക്കണം. അതിന് മുമ്പ് തന്നെ അതിനുശേഷം നമ്മൾ ഏതിനകത്താണോ കേക്ക് ഉണ്ടാക്കുന്ന അതിൻ്റെ ഡെപ്പ എടുത്തിട്ട് അത് ബട്ടർ തേച്ചിട്ട് നന്നായിട്ട് എയർ ബബിൾസ് കളയണം. അതിനുശേഷം ഈ ബാറ്റർ ഒഴിച്ച ശേഷം നമ്മളൊരു 3/4 മണിക്കൂർ നമ്മൾ വെക്കണം. വെച്ച ശേഷം നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് സ്പോഞ്ചായ കേക്ക് റെഡിയായി കിട്ടും. ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പിള്ളേർക്ക് കൊടുത്തു വിടാം.